പാക് അധിനിവേശ കശ്മീരിൽ നിയമസഭയിലേക്ക് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ വ്യാപക സംഘർഷം. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ആവശ്യപ്പെട്ട് നടന്ന ജനകീയ പ്രതിഷേധത്തിന് നേരെ സുരക്ഷാ സേന വെടിയുതിർത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 20 പേരെയാണ് പാക് സേന വെടിവെച്ചു കൊന്നത്. 50ഓളം ആളുകൾക്ക് പരിക്കേറ്റു. റാവൽകോട്ടയിലെ ഡ്രൈക്ക് 8ാം മേഖലയിലാണ് ഈ വലിയ സംഘർഷമുണ്ടായത്. ഇതിനിടയിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള കക്ഷി ഇപ്പോൾ വിജയിച്ചു. അവർ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവാസ് ഷെരീഫ് അവിടെ മുഖ്യമന്ത്രിയാകാനൊക്കെ നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, വലിയ സംഘർഷമാണ്. ഇപ്പോൾ ഏതാണ്ട് 80ഓളം ആളുകളാണ് ഈ സംഘർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇത് പൂർണ്ണമായും പാക് പട്ടാളത്തിൻ്റെ ആക്രമണത്തിലുമാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, പാക് അധിനിവേശ കാശ്മീരിലെ 53 പ്രാദേശിക അസംബ്ലി നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇതിൽ 45 സീറ്റുകളിലേക്കാണ് നേരിട്ട് വോട്ടെടുപ്പ് നടക്കുന്നത്. 8 സീറ്റുകൾ വനിതകൾ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ മതപണ്ഡിതർ എന്നിവർ അടക്കമുള്ളവർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതാണ്. 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. അതിൽ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 2 ഘട്ടങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിൽ ആരംഭിച്ചതാണ്. പ്രത്യേകിച്ച് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഈ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പ്രധാനമായും വരുമ്പോൾ, അതായത് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ പാകിസ്ഥാൻ ഭരണകൂടം ഇടപെടുന്നില്ല, ഫെഡറൽ ഭരണകൂടം ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇതിൽ 12 സീറ്റുകൾ അഭയാർത്ഥികൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുകയാണ്. ഈ സംവരണത്തിനെതിരെയായിരുന്നു പ്രതിഷേധം കനത്തത്. കഴിഞ്ഞ ജൂൺ മുതൽ ഇത്തരത്തിൽ നിരന്തരമായ പ്രതിഷേധങ്ങൾ ആണ് ഉള്ളത്. അവിടെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 80 പേർ ഈ പ്രക്ഷോഭത്തിൽ മരിച്ചു എന്ന് സർക്കാരിൻ്റെ കണക്കുകളിൽ തന്നെ പറയുന്നത്. അതേസമയം ഈ അവാമി ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഇതിനോടകം 400-ലധികം പ്രക്ഷോഭകർ മരണപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ഏറ്റവും പുതിയ വിവരമായി ചേർക്കാനുള്ളത്, ഇപ്പോൾ ഖ്വാജ ആസിഫ്, പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ്. 32 പേർ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൾ. അങ്ങനെയെങ്കിൽ ഈ റാവൽകോട്ടിലെ ഡ്രൈക്ക് മേഖലയ്ക്ക് പുറമെ മറ്റിടങ്ങളിലും വ്യാപകമായ തോതിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസാഫറാബാദിലേക്ക് ഉൾപ്പെടെ ഈ പ്രതിഷേധക്കാർ എത്തിയിരുന്നു. അതുമാത്രവുമല്ല, ഇന്ത്യയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം കൂടി ഖ്വാജ ആസിഫിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതുകൂടിയാണ്. അദ്ദേഹം ഈ പ്രതിഷേധക്കാരെ വിശേഷിപ്പിച്ചത് എനിമീസ് ലൈക്ക് ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യ എങ്ങനെ ശത്രുരാജ്യമാകുന്നോ അതുപോലെ തന്നെ ശത്രുക്കൾ ആണ് ഈ പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് എന്നും അവരെ രാജ്യദ്രോഹികളായി കാണാൻ സാധിക്കുകയുള്ളൂ എന്നും ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ശരിയായ നടപടിയാണ് എന്നുമാണ് ഖ്വാജ ആസിഫ് പറഞ്ഞു വയ്ക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ ആക്രമണം നടക്കുമ്പോഴും സമരത്തെ അടിച്ചമർത്തുമ്പോഴും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി വലിയ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകാൻ ആണ് തീരുമാനം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 14,000-ൽ-അധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. 3 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ മാത്രമായിരിക്കും ആർക്കാണ് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ലഭിക്കുക. നവാസ് ഷെരീഫിന് തന്നെ ലീഡ് നിലനിർത്താൻ സാധിക്കുമോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. പക്ഷേ പ്രതീക്ഷിക്കുന്നത് നവാസ് ഷെരീഫിന് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുൻകൈ നേടാൻ സാധിക്കുക എന്നാണ് രഞ്ജിത്ത്. ശരി, KP അഭിലാഷ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.